ബഹ്റൈൻ ലൈസൻസ് നമുക്ക് എടുക്കാനായിട്ട് ആദ്യം വേണ്ടത് നമുക്ക് ഒരു ലേണേഴ്സ് ലൈസൻസ് എടുക്കണം. അപ്പോൾ ലേണേഴ്സ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ ഇനി പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ലേണേഴ്സ് ലൈസൻസ് എടുക്കുന്നതിന് അപ്പോയിൻമെൻറ്റ് എടുക്കണം. അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് സ്കിപ്ലിനോ എന്ന് പറയുന്ന ഒരു ആപ്പുണ്ട്. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അത് പ്ലേ സ്റ്റോറിലും അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിലും ഒക്കെ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത ശേഷം നമ്മൾ ലൊക്കേഷനൊക്കെ എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത ശേഷമാണ് ആപ്പിലോട്ട് കയറുക. ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ഇൻ്റർഫേസ് വരും. അതിനകത്ത് പബ്ലിക് സർവീസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ഇത് കാണും. അതിന് തൊട്ട് താഴെ തന്നെ ഒരു ഓപ്ഷനുണ്ട്, MOI എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷനുണ്ട്, MOI. ആ MOI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു ഇൻ്റർഫേസിൽ കയറും. അപ്പോൾ ആ ഇൻ്റർഫേസിനകത്ത് ട്രാഫിക് സർവീസ് ഡ്രൈവർ ലൈസൻസ് ഡിവിഷൻ ഡ്രൈവിംഗ് സ്കൂൾ ബ്രാഞ്ച് എന്ന് പറയും എന്നൊരു ഇത് കാണും. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്തൊരു ഇൻ്റർഫേസിലോട്ട് മാറുന്നതായിരിക്കും. ആ ഇൻ്റർഫേസിലാണ് ഒരു 3 ഓപ്ഷൻ കാണും: ലൈസൻസ് സർവീസ്, അതർ സർവീസ്, വെഹിക്കിൾ സർവീസ്. അതിനകത്ത് ലൈസൻസ് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ആ ലൈസൻസ് സർവീസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത ശേഷമാണ് നമുക്ക് ഇഷ്യൂ ഓഫ് ലേണിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു അതർ ഇൻ്റർഫേസിനകത്ത് കാണും. അപ്പോൾ അതിനകത്ത് ഇഷ്യൂ ഓഫ് ലേണിംഗ് ലൈസൻസ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് ഒരു ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വരും. ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വായിച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബുക്ക് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സ്ലോട്ട് അവൈലബിലിറ്റി നോക്കി സ്ലോട്ട് ബുക്ക് ചെയ്യാം. മിക്കവാറും സാറ്റർഡേ സൺഡേ ഒക്കെ ആയിരിക്കും സ്ലോട്ട് അവൈലബിലിറ്റി കാണിക്കുന്നത്. ഇട ദിവസങ്ങളിലൊന്നും കാണിക്കത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് സൺഡേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് സെർച്ച് ചെയ്യുക, അപ്പോയിൻമെൻറ്റ് എടുക്കുക. അങ്ങനെയൊക്കെ ആയിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇട ദിവസങ്ങളിൽ അപ്പോയിൻമെൻറ്റ് നോക്കിയാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ ലേണേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് സ്കിപ്ലിനോ എന്ന് പറയുന്ന ഒരു ആപ്പ് വഴി നമ്മൾ ലേണേഴ്സിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നു. അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷമാണ് നമുക്ക് അവിടെ ചെന്ന് ഒരു ഐ ടെസ്റ്റ് ഉണ്ട്. ഐ ടെസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് റെസിപ്റ്റും അതുപോലെ തന്നെ 25 BD അവിടെ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ആ 25 BD അടച്ചു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ബുക്ക് കിട്ടും. ബാക്കിയുള്ള നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ എല്ലാം ഈ ബുക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. നമ്മളൊരു ഇൻസ്പെക്ടറെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുത്തതിന് ശേഷം അവരുടെ സൈന്, ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നമുക്ക് 22 മണിക്കൂർ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ 22 മണിക്കൂർ പഠിക്കുന്നതിൻ്റെ ഡേറ്റും ടൈമും കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ സീലും സൈനും എല്ലാം ഇതിനകത്ത് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ പഠിപ്പിക്കും. 1 മണിക്കൂറിന് 7 BD വെച്ചായിരിക്കും. അങ്ങനെ 22 മണിക്കൂർ പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പ്രാക്ടിക്കൽസ് ടെസ്റ്റിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. അത് ഓൺലൈൻ വഴിയാണ്. അതിന് അവർ സഹായിക്കുന്നതായിരിക്കും. അത് ടെസ്റ്റിന് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് അവിടെ ചെന്ന ശേഷം ടെസ്റ്റിന് അപ്പോയിൻമെൻറ്റ് എടുത്ത് അവിടെ ചെന്ന ശേഷം നമ്മളെ പേര് വിളിക്കും. പേര് വിളിക്കുന്നതനുസരിച്ച് അവിടെ ചെല്ലുക. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഇൻസ്പെക്ടർ വരും. നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും. വണ്ടിയുടെ താക്കോൽ വരും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറയും. നേരെ വെളിയിലോട്ട് കൊണ്ടുപോകും. അതുപോലെ തന്നെ ഗീവ് അവേ, സ്റ്റോപ്പ്, സിഗ്നൽ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ടെൻഷൻ അടിക്കരുത്. അങ്ങനെ ചെയ്യുക. അപ്പം എന്നെ പഠിപ്പിച്ചത് അഹമ്മദ് എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറാണ്. പുള്ളി ഒരു നല്ലൊരു വ്യക്തിയായിരുന്നു. പുള്ളി എന്നെ വന്ന് ഡ്രോപ്പ് ചെയ്യുകയും പിക്കപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു. പുള്ളിയുടെ നമ്പരും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ബഹ്റൈൻ ലൈസൻസ് എടുക്കുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് അറൗണ്ട് ഒരു 220 BD 25 BD ഏകദേശം ആയിട്ടുണ്ട്.